അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിസ്ഡം ഹദീസ് ക്ലാസ് 3213. ഇന്നത്തെ ഹദീസിൽ പരാമർശിക്കുന്നത് ഹജറുൽ അസ്വദ് മുത്തിയവർക്ക് വേണ്ടി ഹജറുൽ അസ്വദ് പ്രത്യേകം സാക്ഷി നിൽക്കും, ശുപാർശ ചെയ്യും. അതേക്കുറിച്ചാണ് ബഹുമാനപ്പെട്ട ഇമാം തുർമുദി റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് നിവേദനം. അവിടുന്ന് പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു, ഫിൽ ഹജരി, ഹജറുൽ അസ്വദിനെ കുറിച്ച് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്, വല്ലാഹി, അള്ളാഹുവിനെ തന്നെയാണ് സത്യം, ലയബ്അസന്നഹുല്ലാഹു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അള്ളാഹു തആല ആ ഹജറുൽ അസ്വദിനെ അയക്കും, കൊണ്ടുവരുന്നത്. ലഹു ഐനാനി, അതിന് രണ്ട് കണ്ണുകളുണ്ടാവും, കാണാൻ രണ്ട് കണ്ണുകൾ. യുബ്സുറു ബിഹിമ, ആ രണ്ട് കണ്ണുകൊണ്ടത് കാണും. വലിസാനു യന്തിഖു ബിഹി, സംസാരിക്കാനുള്ള നാവും ഉണ്ടാകും, സംസാരിക്കാനും കഴിയും അതിന്. യഷ്ഹദു അലാ മൻ ഇസ്തലമഹു ബിഹഖിൻ, എന്നിട്ട് അത് സാക്ഷി നിൽക്കും, ഈ ഹജറുൽ അസ്വദ് സാക്ഷി നിൽക്കും. ആ ഹജറുൽ അസ്വദിനെ സത്യസന്ധമായിട്ട് മുത്തിയവർക്ക് വേണ്ടി, അവർക്ക് വേണ്ടി സാക്ഷി നിൽക്കും. അഥവാ ഹജറുൽ അസ്വദ് മഹത്വമുള്ളതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചുംബിച്ചതാണ് എന്ന് കരുതി ആ മഹത്വം കണക്കിലാക്കി, ആ ബറക്കത്ത് കണക്കിലെടുത്തുകൊണ്ട് അതിനെ ചുംബിച്ചു, തൊട്ടുമുത്തി. ഇസ്തലമ എന്ന് പറഞ്ഞാൽ തൊട്ടുമുത്തി എന്നർത്ഥം. അപ്പോൾ അങ്ങനെ ചെയ്തവർക്ക് വേണ്ടി ഹജറുൽ അസ്വദ് അള്ളാഹുവിൻ്റെ മുമ്പിൽ സാക്ഷി നിൽക്കും എന്നർത്ഥം. ഹജറുൽ അസ്വദ് അതൊരു പുണ്യമുള്ളതാണ്, ബറക്കത്തുള്ളതാണ്. വിശുദ്ധ കഅബയുടെ ഒരു മൂലയിലുള്ള തവാഫ് തുടങ്ങുന്ന ആ ഭാഗത്തുള്ള ഹജറുൽ അസ്വദ്, അത് തവാഫിൻ്റെ തുടക്കത്തിലോ ഇടയിലോ അവസാനത്തിലോ ചുംബിക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. സെപ്പറേറ്റ് പോയിട്ട് ചുംബിക്കൽ സുന്നത്തില്ല. തവാഫിൻ്റെ തുടക്കത്തിലോ ഇടയിലോ അവസാനത്തിലോ ഒക്കെയാണ് സുന്നത്തുള്ളത്. സാധാരണ ഹജ്ജിൻ്റെയും ഉംറയുടെയും നിർബന്ധമായ തവാഫ് ചെയ്യുമ്പോൾ അത് ചെയ്യാതിരിക്കാൻ നല്ലത്. കാരണം തവാഫിൻ്റെ ആ ഒരു ഓർഡർ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അതിനിടയ്ക്ക് ചുംബിച്ചാലും തെറ്റില്ല, പക്ഷേ തവാഫ് ക്രമീകരണം തെറ്റാതെ സൂക്ഷിക്കേണ്ടി വരും. എന്തായാലും അതിൻ്റെ മസാലകളൊക്കെ മറ്റൊരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഹജറുൽ അസ്വദ് ചുംബിച്ചാൽ ആ ഹജറുൽ അസ്വദ് അവർക്ക് വേണ്ടി ഖിയാമത്ത് നാളിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ സാക്ഷി നിൽക്കും, ആ ഒരു പുണ്യം ലഭിക്കും എന്നർത്ഥം. അപ്പോൾ കഴിവിൻ്റെ പരമാവധി അത് ചുംബിക്കാനുള്ള ശ്രമം നടത്തുക. പക്ഷെ തിരക്ക് കൂട്ടി മറ്റുള്ളവരെ പ്രയാസപ്പെടുത്തുന്നത് ഒരിക്കലും നല്ലതല്ല എന്നുകൂടി നമ്മൾ നമ്മുടെ ശ്രദ്ധയിൽ വേണം. അള്ളാഹു തആല ഹജറുൽ അസ്വദിൻ്റെ പുണ്യം നമുക്ക് നൽകുമാറാവട്ടെ. ആഖിറത്തിൽ ഹജറുൽ അസ്വദ് സാക്ഷി നിൽക്കുന്നവരിൽ അള്ളാഹു നമ്മയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.